നമ്മളൊരു KFC ഔട്ട്ലെറ്റിന് മുന്നിലൂടെ നടക്കുമ്പോൾ ആ പ്രത്യേക സുഗന്ധം മൂക്കിലേക്ക് കടിച്ചു കയറുമ്പോൾ ഒരുപക്ഷെ കൊതിയോടെ നമ്മൾ അറിയാതെ അങ്ങോട്ടൊന്ന് നോക്കിപ്പോകാറുണ്ട് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ KFC ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഇങ്ങനെ ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആലോചിച്ചിട്ടുണ്ടോ, ഒരു സാധാരണ ചിക്കൻ വിഭവം എങ്ങനെയാണ് ഇത്രത്തോളം വലിയൊരു ആഗോള പ്രതിഭാസമായി മാറിയതെന്ന്? അതിനു പിന്നിൽ ഒരു വ്യക്തിയുടെ അസാധാരണമായ കഠിനാധ്വാനത്തിൻ്റെയും ഒരിക്കലും തോറ്റുപോകാൻ മനസ്സിലാത്ത ഒരു പോരാട്ടത്തിൻ്റെയും കഥയുണ്ട്. KFC എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം നമുക്ക് ഓടിയെത്തുന്നത് വെളുത്ത താടിയും കണ്ണടയും അണിഞ്ഞ ഒരു ചിരിക്കുന്ന മുഖമാണ്. ഒരു പക്ഷേ നിങ്ങളത് പലപ്പോഴും KFCയുടെ പരസ്യത്തിലും അതുപോലെ തന്നെ പാക്കറ്റുകളിലും കണ്ടിട്ടുണ്ടാകും. അതെ, അത് KFCയുടെ സ്ഥാപകൻ കേണൽ ഹാർട്ട് ഡേവിഡ് സാൻഡേഴ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം കേവലം ഒരു ഫാസ്റ്റ് ഫുഡ് ശൃംഖലയുടെ കഥ മാത്രമല്ല, ആത്മാർത്ഥതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും കൂടി ഒരു കഥയാണ്. നമസ്കാരം, ഞാൻ അഖിലസ് ചന്ദ്രസേനൻ. സാൻഡേഴ്സിൻ്റെ ജീവിതം അത്രയൊന്നും എളുപ്പമായിരുന്നില്ല. 1890 അമേരിക്കയിലെ ഇൻഡ്യാനയിൽ ജനിച്ച അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയത്. 6-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അമ്മ ജോലിക്ക് പോയ സമയങ്ങളിൽ വീട്ടിലെ പാചകം കാര്യങ്ങളെല്ലാം സാൻഡേഴ്സ് തന്നെയാണ് നോക്കി തുടങ്ങിയത്. 10ാം ക്ലാസ്സിൽ അദ്ദേഹം കൃഷിപ്പണിക്ക് പോവുകയായിരുന്നു. പിന്നീട് റെയിൽവേ കണ്ടക്ടർ, സ്റ്റീം ബോട്ട് പണിക്കാരൻ, ഫയർമാൻ, ലൈറ്റിംഗ് കമ്പനിയിലെ തൊഴിലാളി, ടയർ സെയിൽസ്മാൻ, ഇൻഷുറൻസ് ഏജൻറ്റ്, ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ അദ്ദേഹം കെട്ടിയിട്ടുണ്ട്. ഈ ജോലികളിലൊന്നും അദ്ദേഹത്തിന് സ്ഥിരമായി തുടരാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ അദ്ദേഹം ജീവിതത്തിൽ തോറ്റുപോയി, പലപ്പോഴായി നിരാശനായി. പക്ഷേ ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു: ഭക്ഷണം പാചകം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്. സാൻഡേഴ്സ് 40 വയസ്സായപ്പോഴത്തേക്കും ജീവിതത്തിൽ ഒരു ചെറിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അമേരിക്കയിലെ കെൻറ്റക്കിയിലുള്ള കോർബിൻ എന്ന സ്ഥലത്ത് ഒരു റോഡ് സൈഡ് മോട്ടൽ തുടങ്ങി. അവിടെ യാത്രക്കാർക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങി. താൻ ഏറ്റവും നന്നായി പാചകം ചെയ്യുന്ന വിഭവം അദ്ദേഹത്തിന് കൃത്യമായി അറിയാമായിരുന്നു. അത് വറുത്ത കോഴിയായിരുന്നു, അതായത് ഫ്രൈഡ് ചിക്കൻ. താൻ കണ്ടുപിടിച്ച ഒരു രഹസ്യ പാചകക്കൂട്ട്, ദ സീക്രട്ട് റെസിപ്പി, അതുപയോഗിച്ചാണ് അദ്ദേഹം ആ ഒരു ചിക്കൻ വിഭവം തയ്യാറാക്കിയത്. 11 തരം മസാലകളും സുഗന്ധവ്യഞ്ജനങ്ങളും ഉപയോഗിച്ച ഒരു പ്രത്യേക രസക്കൂട്ട്. പ്രഷർ കുക്കറിൽ പാചകം ചെയ്ത ചിക്കൻ ആളുകൾക്കിടയിൽ പെട്ടെന്ന് തന്നെയാണ് വലിയൊരു തരംഗമായി മാറിയത്. കെൻറ്റക്കിയിൽ നിന്ന് വരുന്നവർക്ക് KFC ചിക്കൻ ഒരു മസ്റ്റ് ഹാവ് ഐറ്റമായി മാറി. എന്നാൽ നിർഭാഗ്യവശാൽ സാൻഡേഴ്സിൻ്റെ ഈ ചെറിയ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്ന സൈഡിലൂടെ ഒരു പുതിയ ഹൈവേ വന്നപ്പോൾ ആ ഒരു ബിസിനസ് തകരുകയായിരുന്നു. വീണ്ടും ജീവിതം 0-ൽ നിന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണെന്നറിയാമോ? 65 ആയിട്ടുണ്ടായിരുന്നു. ഈ പ്രായത്തിൽ സാധാരണ ആരെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുമോ? അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യം കാണിക്കുമോ? പക്ഷേ സാൻഡേഴ്സ് തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് വലിയ സ്വപ്നമുണ്ടായിരുന്നു: തൻ്റെ ഈ രുചികരമായ ചിക്കൻ ലോകമെമ്പാടും ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ചിന്ത. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഫ്രാഞ്ചൈസി മോഡലിനെ കുറിച്ച് തിരയുന്നത്. തൻ്റെ രഹസ്യ പാചകക്കുറിപ്പ് ഉപയോഗിച്ച് KFC ചിക്കൻ ഉണ്ടാക്കാനും വിൽക്കാനുമുള്ള അവകാശം മറ്റു റെസ്റ്റോറൻറ്റുകൾക്ക് നൽകാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ഓരോ KFC ചിക്കൻ കഷ്ണത്തിനും ഒരു നിശ്ചിത തുക റോയാലിറ്റി ആയിട്ട് സാൻഡേഴ്സിന് ലഭിക്കുന്ന ഒരു ലളിതമായ സിസ്റ്റം. പക്ഷേ ഈ ആശയം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. സാധാരണക്കാരൻ, അതും 65 വയസ്സുള്ള ഒരാൾ, ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് തൻ്റെ ചിക്കൻ പാചകക്കുറിപ്പ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു. ആയിരക്കണക്കിന് തവണ അദ്ദേഹം നിരസിക്കപ്പെട്ടു. ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ചു. സാൻഡേഴ്സ് തൻ്റെ പഴയ ഫോർഡ് കാറിൽ ഉറങ്ങി കുറഞ്ഞ പൈസയ്ക്ക് ഭക്ഷണം കഴിച്ചു. ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റുകളായിരുന്നു അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ കയറിയിറങ്ങിയത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിവരിക്കാൻ വാക്കുകൾ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഒരു നിമിഷം പോലും അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടേയില്ല. ഒടുവിൽ 1952 അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഫ്രാഞ്ചൈസി കരാർ ഒപ്പിടുകയായിരുന്നു. യുട്ടാനിയിലുള്ള റെസ്റ്റോറൻ്റ് അത്. അവിടെ KFC ചിക്കൻ വിൽക്കാൻ തുടങ്ങി. തുടക്കത്തിൽ സാവധാനമായിരുന്നു ഇത് പോയിരുന്നത് എങ്കിൽ പിന്നീട് KFC ഒരു അത്ഭുതകരമായ വളർച്ച ഉണ്ടാവുകയായിരുന്നു. സാൻഡേഴ്സ് തൻ്റെ കഠിനാധ്വാനത്തിന് ബലം കണ്ടു. 1964 KFCക്ക് അമേരിക്കയിലും കാനഡയിലുമായി 600-ലധികം ഔട്ട്ലെറ്റുകളായി ഉണ്ടായത്. 1970-കളിൽ അദ്ദേഹം കമ്പനി വിറ്റുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖവും പേരും KFCയുടെ മുഖമുദ്രയായി തന്നെ തുടരുകയായിരുന്നു. കേണൽ ഹാർട്ട് ഡേവിഡ് സാൻഡേഴ്സ് എന്ന ഒരു വ്യക്തിയുടെ അസാധാരണ സ്ഥിരോത്സാഹമായ തൻ്റെ പാചകക്കുറിപ്പിലുള്ള അടിയുറച്ച വിശ്വാസമാണ് KFC എന്ന ഈ ഒരു ആഗോള സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിട്ടത്.
അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ പാഠം പ്രായമോ പ്രതിസന്ധികളോ ഒരു സ്വപ്നസാക്ഷാത്കാരത്തിന് തടസ്സമല്ല എന്നതാണ്. ഒരു സാധാരണ കച്ചവടക്കാരിൽ നിന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു ബ്രാൻഡിൻ്റെ മുഖമായി അദ്ദേഹം മാറി. ഫ്രാഞ്ചൈസി എന്ന ബിസിനസ് മോഡൽ സാധ്യതകൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടിയ അദ്ദേഹം ഓരോ പ്രാദേശിക സംസ്കാരത്തിനനുസരിച്ച് ഒരു ബ്രാൻഡിന് എങ്ങനെ മാറാൻ കഴിയുമെന്ന് KFCയിലൂടെ അദ്ദേഹം തെളിയിച്ചു തരികയായിരുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.